മക്കളെ ഇത് 2015 മോഡൽ സ്റ്റാൻഡേർഡാണ് 350. അപ്പോൾ ഇതിൽ ഒരു മൊബൈൽ ചാർജർ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത്. ഞാൻ ഇലക്ട്രീഷ്യന്മാരുടെ അടുത്ത് പോയിട്ട് അവർക്കൊന്നും ടൈമില്ല, ചെറിയ പണി ആയതുകൊണ്ട്. അപ്പോൾ ഈ ക്ലച്ചിൻ്റെ ഈ ബോൾട്ട് അയക്കുക, ഇതിൻ്റെ സ്റ്റാൻഡ് ഫിറ്റ് ആക്കുക, ഇതിനൊരു എല്ലെങ്കിൽ ഉണ്ടാവും ഇതിൽ, ആ എല്ലെങ്കിൽ ഇത് ഫിറ്റ് ആക്കുക. ഇതിവിടെ ഫിറ്റ് ആക്കിയതിൻ്റെ ശേഷം ഇതിൻ്റെ ഈ വയറാണ് ഞാൻ അപ്പോൾ ഇത് ഫിറ്റ് ആക്കിയതിൻ്റെ ശേഷമാണ് വീഡിയോ ചെയ്യണത്. വയർ ഒക്കെ കൊടുത്തതിൻ്റെ ശേഷം ഇതാ ഹെഡ് ലാമ്പ് ഊരൊന്നും വേണ്ട, ഹെഡ് ലാമ്പ് ഊരേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ ഒരു ബ്ലാക്ക് പ്ലഗ് കാണുന്നുണ്ടല്ലോ, അതിൽ ബ്ലാക്ക് പ്ലഗ് കാണേണ്ട ഉള്ളിൽ ഗ്രീന്, ബ്ലാക്ക്, മഞ്ഞ, ഒരു പച്ച വയറൊക്കെ ഉണ്ട്. അതിൽ ഈ ബ്ലാക്ക് വയറിൻ്റെ ലെവലിൽ നമ്മൾ ഈ ചാർജറിൻ്റെ വയറിൻ്റെ ഈ ചെറിയ ബ്ലാക്ക് വയർ അതിൽ ആഡ് ചെയ്യുക, എന്നിട്ട് ആ ക്ലിപ്പ് ഇടുക. പിന്നെ ഈ വൈറ്റ് പ്ലഗ് കാണുന്നു, അതിൽ റെഡ് വയറിൻ്റെ ആ ഹോളിൽ നമ്മൾ ചാർജറിൻ്റെ ഈ വയറിൻ്റെ റെഡ് വയർ ആഡ് ചെയ്യുക. ഈ റെഡ് വയർ റെഡ് വയർ, എന്നിട്ട് ആ ക്ലിപ്പ് അമർത്തുക. ക്ലിപ്പ് അമർത്തി കഴിഞ്ഞാൽ ചാവി ഓണാക്കിയാൽ നമ്മളെ ചാർജർ വർക്കാണ്. ഞാൻ അപ്പം വീഡിയോ എടുക്കണ മൊബൈൽ തന്നെയാണ്, ഇത് കുത്തിയാൽ ഓക്കെയാണ്. അപ്പോൾ ചാവി ഓണാക്കുമ്പോഴേ ഓണാവുള്ളൂ. ഇതിങ്ങനെ കൊടുക്കട്ടെ നല്ലത്, ബാറ്ററിയിൽ നിന്ന് കൊടുക്കരുത്. ബാറ്ററിയിൽ നിന്ന് കൊടുത്താൽ അത് ഫുൾ ടൈം വർക്കായി കൊണ്ടുവയ്ക്കും, അപ്പോൾ ബാറ്ററി കേടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി. ഇനി ആർക്കും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ.